നമസ്കാരം. ചോരക്കളം തീർക്കുന്നത് ട്രംപല്ല, നെതന്യാഹു. ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് 8 രാജ്യങ്ങൾ. ഗാസ സമാധാന പദ്ധതി തകർക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നതായിട്ട് 8 രാജ്യങ്ങളുടെ സംയുക്തമായിട്ടുള്ള മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രമെന്ന ദുരാഷ്ട്ര പരിഹാരത്തിലൂടെ മാത്രമേ മേഖലയിൽ ശാശ്വതമായിട്ടുള്ള സമാധാനം സാധ്യമാകൂ എന്നും പ്രസ്താവനയിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പ്രശ്നക്കാരൻ ട്രംപല്ല, നെതന്യാഹു എന്ന് 8 രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന വന്നിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും വലിയൊരു നയതന്ത്ര പ്രതിസന്ധിക്ക് തിരികൊളുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഗാസ സമാധാന പദ്ധതിയെ ഇസ്രായേൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ശക്തമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് 8 രാജ്യങ്ങളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, പാകിസ്ഥാൻ എന്നിവ ഉൾപ്പെടെയുള്ള പ്രമുഖ രാജ്യങ്ങളാണ് ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾക്കെതിരെ കൂട്ടായ മുന്നറിയിപ്പുമായിട്ട് എത്തിയിരിക്കുന്നത്. പലസ്തീൻ വിഭാഗങ്ങൾ സമാധാന ചട്ടക്കൂട് അംഗീകരിച്ചിട്ടും ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾ വലിയൊരു സമാധാന ശ്രമത്തെ തന്നെ തകിടം മറിക്കുന്നു എന്നാണ് ഈ രാജ്യങ്ങളുടെ എല്ലാം വിമർശനമെന്ന് പറയപ്പെടുന്നത്. ഖത്തറും ജോർദാനും UAE, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ അവർ സംയുക്തമായിട്ട് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇസ്രായേലിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമുള്ളത്. ഗാസയിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളും സാധാരണക്കാരുടെ ജീവൻ അപഹരിക്കുന്ന നടപടികളും ഉടൻ അവസാനിപ്പിക്കണമെന്നിവർ ആവശ്യപ്പെടുകയാണ്. ആയുധങ്ങൾ പരിമിതപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള ട്രംപിൻ്റെ ഗാസ റോഡ് മാപ്പ് പാലിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നുകൂടി മന്ത്രിമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗാസയിലെ ഈ തുടർച്ചയായുള്ള സൈനിക നടപടികൾ അന്താരാഷ്ട്ര തലത്തിലുള്ള സമാധാന ശ്രമങ്ങളെയും രാഷ്ട്രീയ പ്രക്രിയകളെയും അട്ടിമറിക്കുന്നുവെന്ന് പ്രസ്താവന വ്യക്തമാക്കുന്നുണ്ട്. ഇത് പ്രദേശത്തെ സംഘർഷം വീണ്ടും വർദ്ധിപ്പിക്കുവാനും മാനുഷിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുവാനും മാത്രമേ ഇടയാക്കൂ എന്നുകൂടി പറയുന്നു. ഗാസയിലെ സാധാരണക്കാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഗാസയിലേക്ക് തടസ്സങ്ങളില്ലാതെ മാനുഷിക സഹായങ്ങളും മരുന്നുകളും എത്തിക്കണമെന്ന് ഈ 8 രാജ്യങ്ങളും ചേർന്ന് സംയുക്തമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പലസ്തീൻ പ്രദേശങ്ങളിൽ അനധികൃതമായിട്ട് പിടിച്ചെടുക്കുവാനുള്ള നീക്കങ്ങളെയും കുടിയേറ്റങ്ങൾ വ്യാപിപ്പിക്കുന്നതിനെയും ഈ രാജ്യങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണമെന്നും നിയമങ്ങൾ പാലിക്കാൻ ഫലപ്രദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രിമാർ അഭ്യർത്ഥിക്കുകയാണ്. സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രമെന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ മാത്രമേ മേഖലയിൽ ശാശ്വതമായിട്ടുള്ള സമാധാനം സാധ്യമാകൂ എന്നുകൂടി അവർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. കാരണം ഈ ഗാസയിലാണെങ്കിലും ഈ ഇറാനിൽ നടക്കുന്ന യുദ്ധമാണെങ്കിലും അവിടെ എല്ലാം ഇത് ചോരക്കളം തീർക്കുന്നത് ട്രംപല്ല, പകരം നെതന്യാഹു ആണ് എന്നാണ് ഈ 8 രാജ്യങ്ങളുടെയും കൃത്യമായിട്ടുള്ള പ്രസ്താവന എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുവാൻ 8 രാജ്യങ്ങളും തയ്യാറെടുക്കുന്നത്. ഇസ്രായേലിൻ്റെ നെതന്യാഹുവാണ് ഇത്തരത്തിലൊരു യുദ്ധ കൊതിയനായി മാറുന്നതെന്നും ക്രൂരനായിട്ടുള്ള ഒരു മുഖമുള്ള വ്യക്തിയായി നെതന്യാഹുവിനെ ചിത്രീകരിക്കപ്പെടുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. വേണമെങ്കിൽ ഇറാനിലെ യുദ്ധം എത്രയോ നേരത്തെ അവസാനിപ്പിക്കാമായിരുന്നു, ഇല്ലെങ്കിൽ തന്നെ തുടങ്ങാതിരിക്കാമായിരുന്നു. തുടങ്ങിയത് തന്നെ ഇസ്രായേലാണ്. ഇസ്രായേൽ ഇറാനെതിരെ ആരംഭിച്ച യുദ്ധമെന്ന് പറയപ്പെടുന്നത് ആഗോള തലത്തിൽ വലിയ വെല്ലുവിളിയായി മാറുകയാണ്. വിലക്കയറ്റം ഉൾപ്പെടെയുള്ളവ പിടിച്ചു നിർത്താൻ കഴിയാതായി പോകുന്ന ലോകരാഷ്ട്രങ്ങൾ, ആ ലോകരാഷ്ട്രങ്ങൾക്ക് ഈ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധമെന്ന് പറയപ്പെടുന്നത് കടുത്ത വെല്ലുവിളിയാവുകയാണ്. അപ്പോൾ ഈ യുദ്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് പിന്നിൽ ഇസ്രായേലിൻ്റെ കറുത്ത കൈകളാണ് എന്നും അതിനകത്ത് ട്രംപിനേക്കാളേറെ വലിയ പങ്ക് വഹിച്ചത് നെതന്യാഹു ആണ് എന്നും ഈ 8 രാഷ്ട്രങ്ങളും പറയുകയാണ്. ആ സംയുക്ത പ്രസ്താവനയിലൂടെയാണ് ഈ രാജ്യങ്ങളിലൊക്കെ, ഇപ്പോൾ ഗാസയിലാണെങ്കിലും പാലസ്തീൻ വിഷയത്തിലാണെങ്കിലും ഒക്കെ ഇസ്രായേൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഗാസയിലെ സമാധാന വിഷയങ്ങളെ അട്ടിമറിക്കുന്നതും ഇതേ നെതന്യാഹു തന്നെയാണ്. നെതന്യാഹുവിന് ഇങ്ങനെ ചോര കണ്ട് അറപ്പ് തീരുന്നില്ല എന്നും അവിടെ ചോരക്കളം തീർക്കാൻ ശ്രമിക്കുന്നത് നെതന്യാഹു ആണ് എന്നും പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തപ്പെടുന്നു. അതായത് യുദ്ധക്കൊതിയിലാണ് നെതന്യാഹു എന്നും ആ യുദ്ധക്കൊതി അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും ഈ 8 രാജ്യങ്ങളും സംയുക്തമായിട്ട് പ്രസ്താവിക്കുന്നു.